വളരെ അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ ഇതിൻ്റെ ഒരു ഭാഗമാകുവാൻ എനിക്കും ഒരവസരം സർവശക്തനായ ദൈവം തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എക്സൽ മിനിസ്ട്രീസിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ബിനു ജോസഫ്, ബിനു വടശ്ശേരിക്കര എന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഞാൻ വൈപ്പിയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റോപ്പുകളിൽ കണ്ടിട്ടുള്ളൊരു ദൈവദാസനാണ് എന്ന് പറഞ്ഞാൽ, യാത്ര കൂടുതലും ഞങ്ങളൊക്കെ പ്രൈവറ്റ് വെഹിക്കിൾ ഉപയോഗിക്കുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഒത്തിരി ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞത്, ഒരുപാട് അദ്ദേഹം ഈ മിനിസ്ട്രിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം ദൈവം ആദരിച്ചതിൻ്റെ ഫലമാണ് ഇങ്ങനെയൊരു വലിയ മിനിസ്ട്രി ഡെവലപ്പ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചത്. ഈ മിനിസ്ട്രിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വർക്കിച്ചായൻ, അദ്ദേഹം വിവിധ നിലകളിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ള അനുഗ്രഹീതനായ ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. പല വേദികളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്തും ഈ മിനിസ്ട്രിയുടെ ഭാഗമായി അദ്ദേഹവും പ്രവർത്തിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ മിനിസ്ട്രിയുടെ ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ബെൻസൺ വർഗീസ്, അതുപോലെ VBSൻ്റെ നാഷണൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന ജോബി KC, ഇതിൻ്റെ അഡ്മിൻസ് ആയിരിക്കുന്ന ഷിബു K ജോൺ, അതുപോലെ സ്വാഗതം ആശംസിച്ച കിരൺ കുമാർ, സ്റ്റാൻലി എബ്രഹാം, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ലീഡേഴ്സ്, അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എക്സൽ കൊയറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മീഡിയാസിനെ ഓർക്കുന്നു. എനിക്ക് വളരെ സ്നേഹമുള്ള സ്റ്റാൻലി ദൈവത്തിൻ്റെ ദാസനുണ്ട്. അങ്ങനെ ഈ വേദിയിലായിരിക്കുന്ന ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഉത്തരവാദിത്വപ്പെട്ട പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഈ മിനിസ്ട്രിയുടെ 18ാമത്തെ വർഷത്തിലേക്കുള്ള പ്രവേശനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നടക്കുന്ന ഈ സ്പെഷ്യൽ സെറിമണിയിൽ എനിക്കും ഭാഗവക്കാകാൻ കർത്താവ് അവസരം തന്ന ഈ സമയം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനവും നന്ദിയും ഞാൻ പറയുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗിൽഗാൽ ആശ്വാസഭവനെക്കുറിച്ച് പ്രിയ വർക്കിച്ചായൻ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ നൽകുവാനിടയായി. ഇതിൻ്റെ തുടക്കം മുതൽ വളരെ ആഴമായി അറിയാവുന്ന കർത്താവിൻ്റെ ദാസൻ ഇതിൻ്റെ ഭാഗമായി ഉള്ളതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ പാസ്റ്റർ ജേക്കബ് ആൻഡ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സാലി ആൻറ്റി, ഓക്കെ, ഞാൻ കണ്ടായിരുന്നു വരുമ്പോൾ, ഹാനോക്ക് ജേക്കബ് ഉൾപ്പെടെ ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് ഇതിനെ അല്പം കൊണ്ടും അധികം കൊണ്ടും സ്നേഹിക്കുകയും സഹായിക്കുകയും ഈ പ്രവർത്തനത്തിന് കൈത്താങ്ങലായിത്തീരുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ദൈവസ്നേഹം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ആർദ്രതയുള്ള മനസ്സിനോടുകൂടെ ഈ പ്രവർത്തനത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹപാഠി ജോൺസൺ തോമസ് പാസ്റ്റർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടല്ലോ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു കാലത്ത് VBS എന്ന് പറഞ്ഞാൽ ഇവിടെ ബിനുസാർ പറഞ്ഞതുപോലെ മാറ്റി നിർത്തുന്ന, പിള്ളേരുടെ കുട്ടിക്കളിയായിട്ട് മാറ്റി നിർത്തുന്ന ഒരു സംഭവമായിരുന്നു. അത് സഭകളിൽ വേണ്ട എന്ന് അപ്പച്ചന്മാർ പറയുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് യൂത്ത്സിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ട്. ആ സംഘടനകളിൽ ഒക്കെ ശക്തമായി വ്യക്തി മുദ്ര പതിപ്പിച്ച
പ്രവർത്തനം കൊണ്ട് പെന്തക്കോസ്ത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു സംഘടനയാണ് എക്സൽ മിനിസ്ട്രീസ്, അതിൻ്റെ VBS. അത് ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ ഏതെല്ലാം മേഖലകളിൽ അവർ കടന്നു പോയിട്ടുണ്ടോ അവിടെയെല്ലാം വീണ്ടും ഈ മിനിസ്ട്രീസിൻ്റെ ആ VBSനെ ക്ഷണിച്ച് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ അത്രമാത്രം ആത്മാർത്ഥതയോടും നന്നായും ചെയ്യുന്ന ഒരു നല്ല സംഘടന. പേപ്പറിൽ മാത്രം ഒതുങ്ങാതെ പ്രവർത്തനത്തിൽ നിരതരായിരിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ ഈ സംഘടനയെ സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിനെ ഇനിയും ദൈവം വർദ്ധിപ്പിക്കും, ഇനിയും ദൈവം ഇതിനെ വളർത്തും. എല്ലാ ആശീർവാദങ്ങളും ദൈവം ഇതിന് നൽകും. കാരണം ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാം അപ്രകാരം വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. പ്രിയവർക്കിച്ചാനായാലും ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ലാലു പാസ്റ്റർ, ജോർജ് എബ്രഹാം പാസ്റ്റർ, അദ്ദേഹത്തെ പരിചയപ്പെട്ടാൽ പിന്നെ അദ്ദേഹം പരിചയപ്പെടുന്ന ആളുടെ കൂട്ടത്തിൽ നിന്ന് മാറാറില്ല. അത്രമാത്രം ഇഴുകി ചേർന്ന ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. സ്നേഹിക്കാൻ അറിയാവുന്ന അദ്ദേഹത്തെ പോലെയുള്ള അനേകരുടെ ആ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ പ്രവർത്തനത്തിന്, എക്സൽ മിനിസ്ട്രിക്ക് ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ആശ്വാസ ഭവനിൽ വെച്ച് എക്സൽ മിനിസ്ട്രീസിൻ്റെ ലോഗോ അൺവീലിങ്ങും അതിൻ്റെ മുൻപോട്ടുള്ള ഈ വർഷത്തെ പ്രവർത്തനത്തിൻ്റെ തീമും അവതരിപ്പിക്കുന്ന ഈ സന്ദർഭം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്കൊരവസരം ഈ മിനിസ്ട്രീസിൽ സംഘാടകരൊരുക്കിയതോർത്ത് അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ നിലകളിലുമുള്ള പ്രവർത്തന സപ്പോർട്ടും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. മൈ കോമ്പസ്, എൻ്റെ വഴികാട്ടി, അതാണല്ലോ ഈ വർഷത്തെ ഈ മിനിസ്ട്രിയുടെ തീമായിട്ട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടെ എടുത്തിരിക്കുന്നത്. പ്രിയരേ, ഞാൻ ചെറുപ്പകാലത്ത് 7-ാമത്തെ വയസ്സിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന ഒരാളാണ്. ആ ഘട്ടങ്ങളിലൊക്കെ സൺഡേ സ്കൂൾ എന്ന ഒരൊറ്റ സംഭവമാണ് പെന്തക്കോസ്ത് മറ്റ് വേർപെട്ട സമൂഹത്തിലും അതുപോലെയുള്ള സഭകളിലൊക്കെ ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇൻ്റർ കോളേജിയറ്റ് പ്രയർ ഫെലോഷിപ്പ് എന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിഡിയോൺസ് എന്ന സംഘടന പ്രവർത്തിക്കാനിടയായത്. അന്ന് യുവജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു സംഭവം ആ കാലത്ത് വിതരണം ചെയ്യപ്പെട്ട തമ്പിയുടെ ഹൃദയമാണ്. ആ തമ്പിയുടെ ഹൃദയം ഇന്നും ഹൃദയത്തിൽ ആ ചിത്രങ്ങൾ എനിക്കുണ്ട്. അതിനുശേഷം സ്കൂളുകളിലേക്ക് ഈ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു. ആ പ്രവർത്തനം വളർന്ന് കോളേജുകളിലേക്ക് വ്യാപിച്ചു. സ്കൂളുകളിലും കോളേജുകളിലും എത്തുന്ന യുവജനങ്ങളിലും കുട്ടികളിലും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സ്വാധീനം ചെലുത്തുവാനിടയായി. അനേകർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അനേകർ കർത്താവിങ്കലേക്ക് വേർതിരിക്കപ്പെടുവാനിടയായി. എന്നാൽ ചില കാലങ്ങൾക്ക് മുൻപ് സ്കൂളുകളിലെ ആ പ്രവർത്തനങ്ങൾക്ക് നിയമപരമായി തടസ്സങ്ങൾ വന്നു. കോളേജിലെ പ്രവർത്തനങ്ങൾക്ക് നിയമപരമായി തടസ്സങ്ങൾ വന്നു. ആ കാലത്ത് ശക്തിപ്പെട്ട് മുൻപോട്ട് വന്ന പ്രവർത്തനങ്ങളാണ് സഭാ വ്യത്യാസമില്ലാതെ, സാമുദായിക വ്യത്യാസമില്ലാതെ ഒരു സമൂഹത്തിൽ പാർക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതാത് പ്രദേശങ്ങളിലുള്ള സഭയുടെ നേതൃത്വത്തിൽ VBS എന്ന പ്രസ്ഥാനം ആരംഭിക്കുവാനിടയായി.
അവിടെ യാതൊരുവിധ ഡിനോമിനേഷൻ സ്പിരിറ്റുമില്ലാതെ, ജാതി അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ കടന്നു വരികയും അവരിലേക്ക് ആ പഴയ സംഘടനകൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത നിലകളിൽ വലിയൊരു സ്വാധീനം പ്രവർത്തനത്തിലൂടെ ചെലുത്തുവാനും VBS എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ആ VBS പ്രസ്ഥാനത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളിൽ എക്സൽ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങളും ശക്തിയോടെ നിലനിന്നു. അതുകൊണ്ടാണ് ഈ 17ാമത്തെ വർഷം പൂർത്തീകരിക്കപ്പെട്ട് 18ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ പ്രവർത്തന വർഷത്തിലും എക്സൽ മിനിസ്ട്രീസിൻ്റെ VBSന് എല്ലാ മേഖലകളിലും ശക്തമായ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ തെളിവതാണ്. അത് ഓർത്ത ദൈവത്തെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. അതിനുവേണ്ടി കഠിന അധ്വാനം ചെയ്ത ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സർവകൃപാലുവായ ദൈവം ഇവരെ ആശീർവദിക്കട്ടെ. കരങ്ങളെ അടിച്ച് ഇവർക്ക് നമ്മൾക്ക് അഭിവാദനം കൊടുക്കാം. ദൈവം സമൃദ്ധിയായി മാനിക്കുമാറാകട്ടെ. ഞാനൊരു വലിയ പ്രസംഗം നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ചില മിനിറ്റുകൾ, അതായത് ഇപ്പോൾ ഏകദേശം 6:50 ഈ സെറമണി ക്ലോസ് ചെയ്യേണ്ട സമയം 7 മണിയാണ്. അപ്പോൾ ഞാനിനി ഒത്തിരി പ്രസംഗിച്ചാൽ അത് നടക്കത്തില്ല. ഏകദേശം 10 മിനിറ്റോളം ഞാനിപ്പോൾ എടുത്തു. ഒരു 5 മിനിറ്റ് സമയം മാത്രം ഞാൻ ചില 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. നമുക്കറിയാം, 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. നമുക്കറിയാം, ഹന്ന എന്ന ദൈവത്തിൻ്റെ ദാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാപിച്ച ഒരു മകനാണ് ശമൂവേൽ എന്ന അനുഗ്രഹീത ബാലൻ. അനേക നിന്ദകളുടെ മുമ്പിൽ, അനേക പരിഹാസങ്ങളുടെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു വാങ്ങിച്ച ശമൂവേലിനെ സ്വന്തമായി തൻ്റെ ഭവനത്തിൽ പാർപ്പിക്കാതെ പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് അതിന് യാതൊരുവിധ അർഹതയും ഇല്ല എങ്കിൽ പോലും ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ശ്രദ്ധിക്കണമേ, ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശമൂവേൽ എന്ന ബാലനെ ഹന്ന എന്ന ദൈവത്തിൻ്റെ ദാസി മാതാവ് നൽകുവാനിടയായി. ശമൂവേൽ പിന്നീട് ഒരു പുരോഹിതനായി മാറുകയില്ല. കാരണം പൗരോഹിത്യ ശുശ്രൂഷയുടെ പാരമ്പര്യം മറ്റൊന്നാണ്. എന്നാൽ നോക്കണമേ, നൽകപ്പെട്ട ഈ ബാലൻ അവിടെ കടന്നു ചെന്നിട്ട് ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുകയല്ല. ആ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശമൂവേൽ ബാലൻ യഹോവയുടെ മുൻപാകെ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ദൈവത്തിന് സ്തോത്രം. ഏലിക്ക് ശുശ്രൂഷ ചെയ്യുകയല്ല ശമൂവേലിൻ്റെ ദൗത്യം. ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ബാലനായിരിക്കുന്ന ശമൂവേലിൻ്റെ ദൗത്യം. ബാലനായിരിക്കുന്ന ശമൂവേൽ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയേക്കാൾ അതെ മനസ്സിലാക്കി ചെയ്തത് ഏലി എന്ന പുരോഹിതൻ അവിടെ ഇരിക്കുമ്പോഴും അദ്ദേഹം ചെയ്യേണ്ട ശുശ്രൂഷ അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ തലമുറകൾ ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് ചെയ്യുവാൻ അധികാരമില്ലാത്ത അല്ലെങ്കിൽ നിയോഗമില്ലാത്ത ശമൂവേൽ ബാലൻ സ്തോത്രം ശ്രദ്ധിക്കണമേ, ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എത്ര പേർക്ക് താഴമായി മനസ്സിലാകും എന്ന് ഞാൻ അത് ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രിയരേ, കർത്താവിന് സ്തോത്രം. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് സ്തോത്രം മാനുഷികമായ നിയമത്തിൻ്റെയോ ബുദ്ധിയുടെയോ മുൻപിൽ അതിനധീനപ്പെട്ടല്ല. കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ അത് ചെയ്യുവാൻ നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടെ ആരുടെ മുൻപിൽ ആര് കാണുന്നു, ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾക്ക് നാം മറുപടി പറയേണ്ടി വരും എന്നതൊന്നും ഓർക്കാതെ നാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്താൽ, ആ പ്രവർത്തനങ്ങളിൽ നാം ഉത്സാഹിതരായി തീർന്നാൽ നിശ്ചയമായും നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശുശ്രൂഷ ചെയ്ത ശമൂവേലിനെ സംബന്ധിച്ച് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ആർക്ക് ശുശ്രൂഷ ചെയ്തോ ആ വ്യക്തി അല്ലെങ്കിൽ ആ സാന്നിധ്യം
പേര് ചൊല്ലി വിളിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ശമൂവേൽ കർത്താവിന് സ്തോത്രം ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തെങ്കിൽ ആ ശുശ്രൂഷകളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ. നാം ആർക്ക് അവൻ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് ലോകം അറിഞ്ഞില്ലെങ്കിലും, അവൻ സമൂഹം അറിഞ്ഞില്ലെങ്കിലും, സംഘടനകൾ അംഗീകരിച്ചില്ലെങ്കിലും, അവൻ സാഹചര്യങ്ങൾ അനുവദിച്ചില്ലെങ്കിലും, ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിനാണെങ്കിൽ അതറിയുന്ന ഒരു ദൈവമുണ്ട്. ഇതിനെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. സന്തോഷമുള്ളവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ 1-ാം അധ്യായത്തിൽ അവൻ ശമൂവേൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തെങ്കിൽ 10-ാമത്തെ വാക്യം വരുമ്പോൾ ആ സർവശക്തനായ ദൈവം ശമൂവേലിനെ പേർ ചൊല്ലി വിളിക്കുന്നതായി കാണുന്നുണ്ട്. അന്നത്തെ പുരോഹിതനായിരിക്കുന്ന ഏലിയെ വിളിച്ചിട്ട് ശമൂവേലിനെ വിളിക്കാനല്ല പറഞ്ഞത്. ആർക്ക് ശുശ്രൂഷ ചെയ്തോ ആ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ സർവശക്തൻ ആര് ശുശ്രൂഷിച്ചോ അവരെ വിളിച്ച് ആദരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ എക്സൽ മിനിസ്ട്രീസിൻ്റെ ഈ നല്ല സംരംഭത്തെ, കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ സർവശക്തനായ ദൈവം ആദരിച്ച് അവൻ അതെ പേർ ചൊല്ലി വിളിച്ച് അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആദരിക്കുക തന്നെ ചെയ്യും. അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, അംഗീകരിക്കുന്ന ദൈവത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിച്ചുകൊണ്ട് 17 വർഷം ഈ മിനിസ്ട്രിയെ സമൃദ്ധിയായി നടത്തിയ സർവശക്തനായ ദൈവം എല്ലാ ആശീർവാദങ്ങളും നൽകി, എല്ലാ ഉറവകളും തുറന്ന്, എല്ലാ വഴികളും ഒരുക്കി, മേഖലകൾ നിങ്ങൾക്ക് മുമ്പിൽ വിശാലമായ വാതിലുകൾ തുറന്ന്, അടയാത്ത വഴികളും വാതിലുകളും തുറന്ന് ഈ മിനിസ്ട്രിയെ ആദരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഈ സംരംഭത്തിന് ഇപ്രകാരം ഈ ഒരവസരമൊരുക്കിയ ഗിൽഗാൽ ആശ്വാസ ഭവനെയും പ്രിൻസ് പാസ്റ്ററെയും കുടുംബത്തെയും പ്രിയ മകനെയും എല്ലാവരെയും ഇതിൻ്റെ അംഗങ്ങളായി അന്തേവാസികളായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തൻ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും എല്ലാ നിലകളിലും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.